നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? മെറ്റൽസ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, നോൺ മെറ്റൽസ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, കൊറോഷൻ, മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി എന്നിവയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ കാണിക്കുന്ന 4 ഇമേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ വെസൽസ് ആണ് കാണിക്കുന്നത്, പാത്രങ്ങളാണ് കാണിക്കുന്നത് അല്ലേ. സെക്കൻഡ് വൺ എന്താണ്? റാപ്പറാണ് കാണിക്കുന്നത്. നമ്മൾ ഫുഡ് റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റാപ്പർ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നമ്മളിപ്പം ഹോട്ടൽസിലും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാഴ്സൽ ചെയ്ത് തരുന്നത് എന്തിനാണ്? അലുമിനിയം ഫോയിൽസിൽ അല്ലെങ്കിൽ റാപ്പേഴ്സിലാണ്. ഇതേപടി മെറ്റൽ റാപ്പേഴ്സിലാണ് പാഴ്സൽ ചെയ്ത് തരുന്നത് അല്ലേ. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഗോൾഡ് ബാർ ആണ് കാണിച്ചിരുന്നത്. പല സൈസിലും പല ഷേപ്പിലും നമ്മൾ കാലിലും കയ്യിലും ഒക്കെ നമ്മൾ അണിയുന്നുണ്ട് അല്ലേ. ഫോർത്ത് വൺ എന്താ കാണിക്കുന്നത്? കമ്പി. നമ്മൾ വീടൊക്കെ യൂസ് ചെയ്യുന്ന ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമ്പിയാണ് കാണിക്കുന്നത്. അങ്ങനെ 4 ഓബ്ജക്ട്സ് അല്ലെങ്കിൽ തിങ്സിനെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ 2 എലമെന്റ്സ് പറഞ്ഞാൽ ഗോൾഡും അലൂമിനിയം എന്ന് പറയുന്നത്, അത് രണ്ടും എലമെന്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. എന്താണ് എലമെന്റ്സ് എന്ന് പറയുന്നത്? എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് മെയ്ഡ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ആറ്റം. ഒരേ ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ടുണ്ടാക്കുന്ന പ്യുവർ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട്? 118 എലമെന്റ്സ് ഉണ്ട്. 118 എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ 118 എലമെന്റ്സിൽ നമ്മൾ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അവരുടെ പ്രോപ്പർട്ടി ഒക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം അറേഞ്ച് ചെയ്ത് ഒരു ടേബിൾ ആക്കി മാറ്റി. ആ ടേബിളിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ. അങ്ങനെ മെറ്റൽസ് റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന മെറ്റൽസ് ആണ് ഇവിടെ. നോൺ മെറ്റൽസ് എല്ലാം ബ്ലൂവിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മെറ്റൽസ് എല്ലാം എന്താണ്? മെറ്റലോയിഡ്സ് എല്ലാം യെല്ലോയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ലിഥിയം, ബെർലിയം, സോഡിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്കാൻഡിയം, പൊട്ടാസ്യം, സിങ്ക്, നമ്മൾ ധരിക്കുന്ന ഗോൾഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലെഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സിൽവർ, മെർക്കുറി. ഇതെല്ലാം എന്താണ്? മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. നോൺ മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നോൺ മെറ്റൽസിൻ്റെ എക്സാമ്പിളാണ്. കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, ഇതെല്ലാം എന്താണ്? നോൺ മെറ്റൽസിൻ്റെ എക്സാമ്പിളാണ്. മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി പ്രകടമാക്കി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്താ? ബോറോൺ, സിലിക്കോൺ, ജർമേനിയം ഒക്കെ എന്താണ്? മെറ്റലോയിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ മെറ്റൽസ് ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു? അത് ചില പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തെന്ന് പറയുന്നു? മെറ്റൽസ് ആണ് എന്ന് പറയുന്നു. ഏതാണ് പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് പഠിക്കാം. സോ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, നമ്മളിവിടെ 7 പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. മെലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, സോണോറിറ്റി, മെറ്റാലിക് ലാസ്റ്റ് ആൻഡ് ഹാർഡ്നെസ്. അങ്ങനെ 7 പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നത് 2 പ്രോപ്പർട്ടിയേ ഉള്ളൂ, മെലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും. അപ്പോൾ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ്? മെലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, സോണോറിറ്റി, മെറ്റാലിക് ലാസ്റ്റ് ആൻഡ് ഹാർഡ്നെസ്. അങ്ങനെ 7 പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ 2 ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് 2 പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് മെലിബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെലിബിലിറ്റി ആണ്. മെലിബിലിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ബൈ വിച്ച് ദേ ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഇറ്റ്. അതായത് ഏതൊരു മെറ്റലിൻ്റെയും നമുക്ക് വിള്ളലേൽക്കാതെ അതിനെ ഹാമർ ചെയ്തോ റോൾ ചെയ്തോ അതിനെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് മെലിബിലിറ്റി എന്ന് പറയുന്നത്. Mediability is the property of metals by which that can be beaten into thin sheets without breaking it. അതായത് വിള്ളലേൽക്കാൻ പറ്റാതെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് മെലിയബിൾ മെറ്റലാണ്. നമുക്ക് ഗോൾഡിനെ തിൻ പേപ്പർ ഷീറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കുന്നു. അതിനെ വിള്ളലേൽക്കാതെ കഴിഞ്ഞ് നമുക്ക് അതിനെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിലെ ടോപ്പ് ഇമേജ് ഗോൾഡ് ഫോയിലാണ് കാണിക്കുന്നത്. എല്ലാ മെറ്റലും മെലിയബിൾ അല്ല. ഓൾ മെറ്റൽസ് ആർ നോട്ട് മെലിയബിൾ. ഗോൾഡ് ഇസ് ദ മോസ്റ്റ് മെലിയബിൾ മെറ്റൽ. വേറെ എക്സാമ്പിൾസ് നോക്കാം. അലൂമിനിയം, കോപ്പർ. AU എന്ന് പറയുന്നത് ഗോൾഡ് ആണ്, AG എന്ന് പറയുന്നത് സിൽവർ ആണ്. ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആണ് ആഡ് ചെയ്തത്. ഇത് കൂടാതെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് മെലിയബിൾ മെറ്റൽസിൻ്റെ. ഓക്കെ, എന്താണ് അപ്പം മെലിയബിലിറ്റി എന്ന് പറയുന്നത്?
Malleability is the property of metals by which they can be beaten into thin sheets without breaking it. വിള്ളലേൽക്കാതെ ഒരു മെറ്റലിനെ നമുക്ക് തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റിയാൽ ആ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് malleability എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? malleability. malleabilityയുടെ എക്സാമ്പിൾസ് നോക്കാം. ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻസ് അല്ലെ, സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻസ് എന്താണ്? മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മെറ്റൽ എന്ന് പറയുന്നത് അലൂമിനിയം മെറ്റൽ ആവാം. മെറ്റൽ എന്ന് പറയുന്ന ആ മെറ്റലിന് നമ്മൾ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റിയിട്ടാണ് ആ ഒരു ഷേപ്പിൽ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ എന്നാണ് റൂഫ് ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ്സ്. അത് malleabilityയുടെ ഒരു എക്സാമ്പിൾ ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പണ്ട് നമ്മൾ പല ഷേപ്സിലൊക്കെ കോയിൻസ് ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ്? മോസ്റ്റ് ഓഫ് ദ കോയിൻസ് ആർ ഇൻ സർക്കിൾ ഷേപ്പ്. അപ്പം നമ്മളത് മെല്ലിയബിൾ പ്രോപ്പർട്ടിയാണ് പ്രകടമാക്കുന്നത്. ഫോർത്ത് വൺ എന്തുവാ? കോപ്പർ ആണ്. കോപ്പർ മെറ്റൽസ് അല്ലെങ്കിൽ കോപ്പർ വെസൽസ് ആണല്ലേ. നമ്മൾ പണ്ട് കാലത്ത് കോപ്പർ വെസൽസ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഇപ്പം എന്താണ്? അലൂമിനിയം വെസൽസ് ആണ് മെയിൻലി പോപ്പുലർ. പല കൈൻഡ് ഓഫ് മെറ്റൽസും വെസൽസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് മെല്ലിയബിൾ പ്രോപ്പർട്ടി പ്രകടമാക്കുന്നു. ഫിഫ്ത്ത് വൺ എന്താ? നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന എലമെന്റാ ഗോൾഡ്. ഗോൾഡ് എന്താണ്? ഒരു മെല്ലിയബിൾ ഈസ് ദ മോസ്റ്റ് മെല്ലിയബിൾ മെറ്റൽ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അടുത്ത പ്രോപ്പർട്ടി ഡക്റ്റിലിറ്റി. എന്താ? ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി is the property of a metal by which it can be drawn out into thin wires without breaking it. അതിനെ ഏതൊരു മെറ്റലിനെയും നമുക്ക് തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റില്ല. ഒരു വിള്ളലും ഏൽക്കാതെ നമുക്ക് അതിനെ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റിയാൽ അതിനെ എന്തെന്ന് പറയുന്നു? ഡക്റ്റിലിറ്റി. ആ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. Ductility is a property of a metal by which it can be drawn out into thin wires without breaking it. അതിനൊരു വിള്ളലും ഏൽക്കാൻ പറ്റാതെ വിള്ളലേൽക്കാതെ തന്നെ അതിനെ തിൻ വയേഴ്സ് ആക്കാൻ പറ്റിയാൽ ആ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. അപ്പോൾ ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആണ് മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ എന്ന് പറയുന്നത്. ഗോൾഡ് എന്താണ്? മോസ്റ്റ് മെല്ലിയബിൾ മെറ്റലുമാണ്, മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റലുമാണ്. സോ എന്താണ് എക്സാമ്പിൾസ് ഡക്റ്റിലിറ്റിയുടെ? ഗോൾഡും പ്ലാറ്റിനവും. ഈ അറ്റത്ത് കാണിച്ചിരിക്കുന്ന ബൾബിൽ ആ ഒരു തിൻ വയർ കണ്ടു. ആ തിൻ വയർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് മെറ്റലാ? ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ചൂടായി എന്ത് ചെയ്യുന്നു? ബൾബ് കത്തുന്നു. അതൊരു എക്സാമ്പിൾ ആണ്. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡക്റ്റൈൽ മെറ്റൽ ആണെന്നതിന് എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇനി ഡക്റ്റിലിറ്റിയുടെ വേറെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോപ്പർ. കോപ്പർ വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ മിക്ക ലാബ്സിലും നോക്കിക്കഴിഞ്ഞാൽ, ഫിസിക്സ് ലാബ്സിലൊക്കെ നോക്കിയാൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മിക്കവാറും കോപ്പർ വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്താ? ഗോൾഡ്. നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന ഗോൾഡ് ഡക്റ്റൈലും ആണ് മെലിയബിളും ആണ്. തേർഡ് വൺ എന്താ? അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന വയലിൻ പോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സിൽ സ്ട്രിങ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ? മെറ്റൽസ് ആണ്. അതിനെ ഡക്റ്റിലിറ്റി, അതായത് തിൻ വയേഴ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് വൺ എന്താ? നമ്മൾ ഇലക്ട്രിക് കേബിൾസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വയേഴ്സും ഡക്റ്റിലിറ്റി പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 4 എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? 2 പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. ഒന്നാമത്തെ മെലിയബിലിറ്റിയും രണ്ടാമത്തെ ഡക്റ്റിലിറ്റിയും. മെലിയബിലിറ്റി എന്ന് പറയുന്നത് തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റിയ മെലിയബിലിറ്റി എന്ന് പറയും. തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റിയാൽ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നു. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. So malleability is the property of metals by which they can be beaten into thin sheets without breaking it. Ductility is the property of a metal by which it can be drawn out into thin wires without breaking it. അപ്പോൾ 2 പ്രോപ്പർട്ടിയാണ്. ഏതൊക്കെയാണ്? Malleability and ductility. Thank you.